പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് കീ പോലെ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുക. കണ്ടോ, കീ നട്ട്സ് നല്ല കാറ് മുറാന്ന്. ഇത് കണ്ടോ, ഈ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ട്. വെച്ചിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. ഇതിന് കണ്ടോ, അത് നല്ല ശാഖകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഹൈറ്റ് വിളിച്ചിട്ടുണ്ട് അല്ലേ? അത് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ വേലൊക്കെ കണ്ടോ, നല്ല കട്ടിയുണ്ട്, നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 വർഷം ആയതുള്ളൂ വെച്ചിട്ടില്ലേ? ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. എത്ര പ്ലാന്റുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതിലിപ്പോ 50 സെന്റ് സ്ഥലത്തില് ഏകദേശം 100 ചെടികളാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിൻഡ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഇപ്പോൾ നമ്മുടെ ഉഷ്ണമേഖല പ്രദേശത്തും ഈ പ്ലാന്റ് ഉണ്ടാവുമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പാലക്കാട്, ഒറ്റപ്പാലം, വയനാട്, പാല എന്നിവരെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പ്ലാന്റേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ നഴ്സറി വരുന്നത് തൃശ്ശൂർ പാലിയേക്കര ഞങ്ങളുടെ നഴ്സറി ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 5-6 വർഷത്തോളമായി ഞങ്ങളിപ്പോൾ ഈ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്യണു. അപ്പൊ ഈ ഒരു പ്ലാന്റേഷൻ ചെയ്തിട്ട് എത്ര നാളായി? ഈ പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷക്കാലമായിട്ടുണ്ടല്ലോ. 100 മൂട ഇവിടെ നട്ടിരിക്കുന്നത്. നമ്മൾ തന്നെ വന്ന് ഇവിടെ പിടിപ്പിച്ചു കൊടുക്കും. നമ്മൾ തന്നെ വന്ന് വെച്ച് കൊടുക്കും. ചേച്ചി, നമ്മുടെ കേരളത്തിൽ ഈ മക്കാഡാമിയക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്? ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർഷകർ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതൊരു ഫുഡാണ്. നമ്മൾ നട്ട്സ് എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതേ ഉപയോഗം തന്നെ ഇതിനും വരുന്നത്. ചോക്ലേറ്റ്, കേക്കുകൾ, അതുപോലെ ഷെയ്ക്ക്, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ ഇത് നല്ല ധാരാളം പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻ ഇ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഈ കേരളത്തിലും ഇപ്പോൾ വിപണന സാധ്യത കൂടുതലായിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാൻ ഒറ്റപ്പാലത്തിനാണ്. ഇപ്പോൾ ഇവിടെ മക്കാഡാമിയ വെക്കാനൊരു കാരണം വെക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വെക്കാനും പ്ലാൻ ഇട്ടു. അപ്പോൾ ആദ്യം റിസർച്ച് ചെയ്തു എന്തൊക്കെ വെക്കാമെന്ന്, കുറച്ച് വെറൈറ്റി ആയിട്ട് ഏറ്റവും നല്ല കുറച്ച് സ്ഥലത്തിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് മക്കാഡാമിയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. അപ്പോൾ മക്കാഡാമിയ വെച്ചു, ഷിൻഡോ മാഡത്തിന് വിളിച്ചു, സംസാരിച്ചു, എല്ലാ സഹായം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 100 തൈ വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിന് മുതൽമുടക്ക് പ്രോഫിറ്റ് വന്നാൽ ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ എല്ലാ സഹായവും ചെയ്തു തരും. ഗൈഡൻസ് എല്ലാം തരും. പിന്നെ എല്ലാം എന്ന് വെച്ചാൽ വളവും എല്ലാം സപ്ലൈ ചെയ്ത് തരും. നമുക്ക് അതിനെ പറ്റി പിന്നെ പേടിക്കാനില്ല. ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട്. നല്ല ഗ്രോത്ത് വളരുന്നുണ്ട് അല്ലേ? ചേച്ചി, ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്? പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. നേരിട്ട് സൈറ്റിലും എത്തിക്കുന്നുണ്ട്. അതിപ്പോൾ പ്ലാന്റേഷനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സൈറ്റിൽ കൊണ്ടെത്തിക്കും. അതല്ല ഇപ്പോൾ 1-2 തൈയൊക്കെയാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും അവർക്ക് കൊറിയർ സർവീസ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചേച്ചി, എത്ര വർഷം മുതലാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നത്? ഇതിൽ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കും. ഇനിയിപ്പോൾ ഹൈബ്രിഡ് സീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 to 6 വർഷം കൊണ്ട് കായ്ക്കും. ഇപ്പോൾ സാധാരണ ലോക്കൽ ഇതാണെന്നുണ്ടെങ്കിൽ 10 to 12 വർഷം കൊണ്ട് കഴിയും. അപ്പോൾ പല ഗ്രേഡിലെ തൈകളുണ്ട്. പല ഗ്രേഡിലുള്ള തൈകൾ, ഗ്രേഡ് മാറുന്നതനുസരിച്ച് ഇതിന്റെ വിലകൾ വരുന്നത്. ചേച്ചി, ഇത് എത്രത്തോളം സാധ്യതയുണ്ട് വിപണനത്തിൽ നമ്മുടെ കേരളത്തിൽ? ഇപ്പോൾ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിപണന സാധ്യത ഏറി വരുന്നൊരു സമയമാണ്. ഇതിപ്പോൾ കർഷകർക്ക് നേരിട്ട് വേണമെങ്കിൽ അവർക്ക് വിപണനം ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഈ നട്ട്സ് ഞങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾ തന്നെ വിപണനം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഭക്ഷണ വസ്തു ആയതുകൊണ്ട് അതിന് വിപണനത്തിനൊരു തടസ്സമില്ല. പ്ലാന്റേഷൻ എന്ന രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അവിടെ വന്ന് നമ്മൾ തൈകൾ നട്ടുകൊടുക്കും. അപ്പോൾ അതിനുള്ള വേണ്ട വളവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ക്വാണ്ടിറ്റി കുറഞ്ഞ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വളപ്രയോഗം എന്താണ് വേണ്ടത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഗൈഡൻസ് കൃത്യമായിട്ട് കൊടുക്കും. ഗൈഡൻസ് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. മക്കാഡാമിയുടെ നട്ട്സ് ഇതിപ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നട്ട്സ് നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നട്ട്സ് നമുക്ക് തിന്ന് നോക്കാം അല്ലേ? നല്ല ടേസ്റ്റ് ആയില്ലേ? സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ? അധികം ഹാർഡൊന്നും അല്ല. അല്ലല്ല, സോഫ്റ്റാ. ഞാൻ നട്ട്സിന്റെ ചിരട്ടയാണിത്. ഇത് നല്ല ഹാർഡായ കാരണം നമുക്ക് മറ്റുള്ള പക്ഷികൾ വന്നിട്ട് കൊത്തി തിന്നൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റംബുട്ടാൻ പോലൊന്നും പക്ഷികളെ പേടിക്കണ്ട അല്ലേ? ഇല്ല. പിന്നെ ഇത് നല്ല ചാർക്കോളാണ്. ഇത് വിറ്റാലും പൈസയുണ്ട്. തോടും നമുക്ക് കരിയായിട്ട് ഉപയോഗിക്കാം. മക്കാഡാമിയുടെ നട്ട്സിന് നല്ല വിപണന സാധ്യതയാണ്. ഇതിപ്പോൾ ആ നട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില്ലി ഫ്ലേവറാണ്. ഇത് ജിഞ്ചർ ഫ്ലേവർ, ഇത് ഹണി ഫ്ലേവർ, ഇത് മഹുവ
ഫ്ലേവർ. ഇപ്പൊ പല രൂപത്തിലും നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും അല്ലേ? നല്ല സാധ്യതയാണ്. അപ്പൊ നല്ല സാധ്യതയാണ്. രാജീവൻ നമ്മുടെ നട്ട്സ് പല ഫ്ലേവറാണെന്നും പറഞ്ഞല്ലോ. നമുക്ക് ഈ ഫ്ലേവർ ഓരോന്ന് കഴിച്ചു നോക്കി നോക്കി. തേന്റെ ഹണിയുടെ ഫ്ലേവർ. റോസ്റ്റ് ആണിത്. ഇത് റോസ്റ്റ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആണോ? റോസ്റ്റും ചെയിനും. നമ്മുടെ മഹുവ ഒന്ന് കഴിച്ചു നോക്കിയേ. മഹുവ നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അധികം ചാടൊന്നുമല്ല. ഇത് നമ്മുടെ പെപ്പർ. കഴിക്കാൻ തുടങ്ങി നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധ്യതകളുണ്ട് ഈ നട്ട്സിന്. ഒരുപാട് നട്ട്സിന് ഈ നട്ട്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഓയിൽ ഇപ്പോൾ വിപണനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടി കൊഴിച്ചിലിന് പിന്നെ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഈ ഓയിൽ ഇപ്പോൾ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നല്ല കരുത്തുള്ള നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് നമ്മുടെ നഴ്സറിയിലുണ്ട്. വേണ്ടവർക്ക് നമ്മൾ ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൊറിയർ സർവീസായിട്ട് അയച്ചു കൊടുക്കും. അതല്ല നേരിട്ട് പ്ലാന്റേഷൻ എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ച് നട്ടുകൊടുക്കും. ഇന്ത്യയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കാഡാമിയ. തൃശ്ശൂർ നമ്മുടെ ഷിൻഡോ ചേച്ചിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള പ്ലാന്റുകളും അതേപോലെ ഈ നട്ട്സും ഒക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരും. അത് ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരും. ബൾക്കായിട്ട് വേണമെങ്കിൽ നേരിട്ട് അവരെത്തിക്കും. അതേപോലെ തന്നെ നട്ട് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടുണ്ടെങ്കിൽ അവർ നട്ട് പിടിപ്പിച്ച് തരും. എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൃഷി. നമ്മുടെ മാങ്കോസ്റ്റിനും അതേപോലെ മുട്ടാനും ഒക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് ഇപ്പം ഇത് റാഗം ഫ്രൂട്ടിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് ഈ ഒരു മക്കാഡാമിയ വളരെയേറെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല പ്ലാന്റുകൾ ഇവിടുന്ന് കിട്ടും. വിളിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് വേണ്ട ഗൈഡൻസ് അവർ നൽകുന്നതാണ്. അപ്പം വീഡിയോയ്ക്ക് എത്തിയ നമ്പറുണ്ട്, വിളിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.